സുരേഷ് ഗോപി എന്ന മനുഷ്യൻ സ്ക്രീനിൽ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ആളൊരു പച്ച മനുഷ്യനാണ്. ആളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഓണസ്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കും. എൻ്റെ ഫസ്റ്റ് സീൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ മുന്നിലിരുന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ അച്ഛനെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ആയിട്ട് കാണാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ അച്ഛനാണത്. ആ പ്രിവിലേജ്ഡ് അപ്ബ്രിങ്ങിങ് വരാൻ കാരണം തന്നെ എൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം സാക്രിഫൈസ് ചെയ്ത് ഒരു വർഷം ഒരു 20-25 ദിവസം അല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഒന്നിലെ സിനിമ സെറ്റിലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വർക്കായിട്ട് പുറകെയായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ മാധവ് സുരേഷിൻ്റെ ജാടയെ പറ്റിയോ കൂളിംഗ് ഗ്ലാസിനെ പറ്റിയോ കണ്ണ് പഴുത്തെളിഞ്ഞിരിക്കുകയാണോ എന്നുള്ള റെഗുലറായിട്ടുള്ള ക്ലീഷേ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇംഗ്ലീഷൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ ആ കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. എനിക്ക് അറിയാത്ത കാര്യം, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടന് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള ടൈറ്റിൽ കിട്ടിയിട്ട് എത്ര നാളായി? എൻ്റെ അറിവിൽ സുരേഷ് ഗോപിയെ പണ്ട് കാലം തൊട്ട്, ഞാനൊക്കെ ചെറുപ്പകാലം തൊട്ട് സുരേഷ് ഗോപിയൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ കണ്ടിട്ടുള്ളത് ആക്ഷൻ ഹീറോ എന്നുള്ളൊരു ടൈറ്റിലാണ്. അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ തന്നെയാണ് സുരേഷ് ഗോപിനെ ഏത് കാലത്തും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപിനെ അങ്ങനെ വൈഡ്ലി അംഗീകരിച്ചിട്ടുള്ളത് മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ ആയിട്ട് തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴാണ് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ടൈറ്റിൽ കയറ്റി വിട്ടത് എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. ഒന്നാമത്തെ കാര്യം, പണ്ട് സുരേഷ് ഗോപി കത്ത് നിന്നിരുന്ന സമയത്താണ് ഇതുപോലെ സൂപ്പർ സ്റ്റാർ എന്നോ അല്ലെങ്കിൽ സൂപ്പർ ബൊംബാസ്റ്റിക് എന്നൊക്കെ പേരിടുന്നുണ്ടെങ്കിൽ ഒരു മര്യാദയുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗരുഡൻ എന്നിട്ടുള്ള സിനിമ മുതലാണ് സുരേഷ് ഗോപിക്ക് ഈ എഴുതി കാണിക്കുന്ന സമയത്ത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് എഴുതി കാണിക്കാൻ തന്നെ തുടങ്ങിയത്. 1-2 വർഷമായിട്ടേ ഉള്ളൂ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ പരിപാടി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇൻറ്റൻഷ്യലി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ മാധവ് എന്ന് പറയുന്ന മകൻ ഒഴികെ വേറെ ഒരാളും സുരേഷ് ഗോപിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നുള്ളത് എവിടെയും പറഞ്ഞു കേട്ടില്ല. ലാലേട്ടന് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിലുണ്ട്, അതുപോലെ മമ്മൂക്കയ്ക്ക് മെഗാസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിലുണ്ട്. രണ്ടും ശരിയാണ്. അവർ ഇത്രയും കാലം മലയാള സിനിമയെ അടക്കി വാണിട്ടുള്ള ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാനുള്ളൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ പിടിച്ചു നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വേറെ വഴിക്ക് പോയി, ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി പോയി, പിന്നെയും തിരിച്ച് വന്ന് പിന്നെയും ഫീൽഡ് ഔട്ടായി പോയിട്ട് വന്ന് ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 സിനിമ ചെയ്യുന്ന കൂട്ടത്തിൽ നൈസായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുള്ള ടൈറ്റിൽ കയറ്റിയതിൻ്റെ ഔചിത്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തത്, ഇനി അങ്ങനെ ഒരു ടൈറ്റിൽ വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഹീറോ എന്നുള്ള സാധനത്തിന് എന്തായിരുന്നു കുഴപ്പം? അതല്ലേ ശരിക്കും സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്ന ടൈറ്റിൽ. ആക്ഷൻ ഹീറോ എന്ന് പറയുന്നൊരു സാധനം വേറെ ആർക്കും ഇല്ലതാനും. ഓൾറെഡി ഇന്ത്യ ഒട്ടാകെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളേ ഉള്ളൂ. അതിന് തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് കേരളത്തിൽ സൈഡിൽ കൂടെ കൊണ്ടുവന്നൊരു നൈസായിട്ട് വേറൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാധവ് സുരേഷും സുരേഷ് ഗോപിയുടെ 1-2 അനുയായികളും അല്ലാതെ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ട് പോലും ഉണ്ടോയെന്ന് അറിയില്ല സുരേഷ് ഗോപിക്ക് സൂപ്പർ സ്റ്റാർ ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നൊക്കെ പറയണമെങ്കിൽ ഒരു മയം വേണ്ടേ? വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യാത്ത ആളേനെ എന്ത് സൂപ്പർ സ്റ്റാർ എന്നാണ് ഈ പറയുന്നത്? അതും രജനികാന്തിൻ്റെ പോലെ മല പോലെ ഒരു മനുഷ്യനെ അവിടെ നിൽക്കുമ്പോഴാണ് ആ ടൈറ്റിലും വെച്ചിട്ട് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. എന്തായാലും കൊള്ളാം. വേറെ ആര് പറഞ്ഞില്ലെങ്കിലും ഈ മകൻ വന്ന് ഏത് ഇൻ്റർവ്യൂവിലാണെങ്കിലും ഒരു ചുരുങ്ങിയതൊരു 100 തവണ ഈ പറയുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇനിയെങ്കിലും സുരേഷ് ഗോപിയെ കാണുമ്പോൾ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് തോന്നിയാൽ മതിയായിരുന്നു.